ജീവൻ ശാസ്ത്രലോകത്തിന് ഇതുവരെയും പിടികൊടുക്കാത്ത ഒരു വിഷയം. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾക്ക് പകരമായി കൃത്രിമ സംവിധാനങ്ങൾ ഉണ്ടാക്കുവാനും മറ്റ് ജീവികളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുവാനും ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജീവശാസ്ത്രത്തിൽ മനുഷ്യൻ കടന്നുചെല്ലാത്ത മേഖലകളില്ല. എന്നാൽ ജീവൻ്റെ പൊരുൾ അത് ഇന്നും ശാസ്ത്രലോകത്തിന് ഒരു സമസ്യയാണ്. ജീവൻ നഷ്ടപ്പെടുമ്പോൾ ശരീരത്തിന് എന്താണ് സംഭവിക്കുക? അത് പഞ്ചഭൂതങ്ങളിൽ ലയിക്കുവാൻ തക്കവണ്ണം അഴുകൽ പ്രക്രിയ ആരംഭിക്കുകയാണ്. പഞ്ചഭൂതങ്ങളെന്നത് പ്രകൃതിയെ സൂചിപ്പിക്കുന്ന ഒരു ഭാഷാപ്രയോഗം മാത്രമാണ്. ഈ അഴുകൽ പ്രക്രിയയെ ചെറുക്കുവാൻ ജീവജാലങ്ങൾക്ക് സാധിക്കുന്നത് അത് ജീവനോടിരിക്കുന്ന കാലഘട്ടം വരെ മാത്രമാണ്. ജീവൻ്റെ കെട്ടുപൊട്ടുമ്പോൾ ഈ പ്രത്യക്ഷ ശരീരം അത് പ്രകൃതിയുടെ ഭാഗമാകാൻ തുടങ്ങുന്നു. ഈ വിഷയത്തിൽ ഞാൻ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ജീവനെക്കുറിച്ച് മാത്രമല്ല, സജീവതയെക്കുറിച്ചുകൂടെ ആണ്. ജീവനും സജീവതയും തമ്മിൽ എന്താണ് വ്യത്യാസമുണ്ടോ? ഞാൻ മനുഷ്യൻ്റെ ജീവൻ എന്ന വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നതായ ലളിതമായിരിക്കുന്ന ഒരു പ്രസ്താവനയിൽ കൂടെ വേദപുസ്തകത്തിലെ മനുഷ്യൻ്റെ ജീവചരിത്രം ആരംഭിക്കുന്നു. ശാസ്ത്രലോകത്തിന് ഒട്ടും ദഹിക്കാത്ത ഒരു പ്രസ്താവനയായിരിക്കാം ഇത്. എന്നാൽ നാം ഒന്ന് മനസ്സിലാക്കുക, വിരചിതമായിരിക്കുന്ന കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ബൗദ്ധിക നിലവാരങ്ങൾക്കും ചിന്തകൾക്കും അനുസൃതമായാണ് ഏതൊരു കൃതിയും രചിക്കപ്പെടുക. എന്നാൽ ചിന്താധാരകൾ, മനുഷ്യൻ്റെ ബൗദ്ധിക നിലവാരം ഇവയൊക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്കത് വിവേചിച്ചറിയുവാൻ കഴിയുകയും ചെയ്യും. ജീവൻ എന്ന പ്രതിഭാസം അത് ദൈവത്തിന് മാത്രം നൽകുവാൻ കഴിയുന്നത്. അതാണ് വാസ്തവം. ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ദൗത്യം ഈ പ്രകൃതിയിൽ നിർവഹിക്കുവാനായിട്ടുണ്ട്, ഒരു പുൽക്കൊടിക്ക് പോലും. അങ്ങനെയാണെങ്കിൽ മനുഷ്യനും ചുറ്റുപാടുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ചിലത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യേതര ജീവജാലങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയതായിരിക്കുന്ന ഒരു പദ്ധതിക്കനുസരിച്ച്, മുൻകൂട്ടി തയ്യാറാക്കിയതായിരിക്കുന്ന ഒരു ഡാറ്റാ ബേസിന് അനുസരിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യൻ എങ്ങനെയാണ്? ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടതായിരിക്കുന്ന വിഷയം. എന്നാൽ മനുഷ്യൻ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നത് അവൻ്റെ സ്വതന്ത്രമായിരിക്കുന്ന ചിന്താധാരയിൽ നിന്നുമാണ്. ആയതിനാൽ തന്നെ മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാകുന്നു. അവൻ്റെ അഥവാ അവളുടെ ബോധ്യങ്ങളും ബോധവുമാണ് അതിന് അവരെ സഹായിക്കുന്നത്. മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മനനം ചെയ്യുന്നവൻ എന്നാണ്. ചെറുപ്പത്തിൽ സ്കൂൾ പഠനകാലത്ത് സാമൂഹ്യശാസ്ത്രം പഠിക്കുമ്പോൾ നാം പഠിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ അവകാശങ്ങളും ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ ചുമതലകളും. അവകാശങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരാണ്. നാം അതിനായിട്ട് ഒച്ച വയ്ക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, പിറുപിറുക്കാറുണ്ട്. എന്നാൽ ചുമതലകളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴോ അവിടെ ഞാൻ ഉൾപ്പെടുന്ന മാനവ സമൂഹം പലപ്പോഴും നിശബ്ദരാണ്. അവിടെ ആരവങ്ങൾ നിലയ്ക്കുന്നു, ശിരസ്സുകൾ താഴേക്ക് കുനിയുന്നു. നാം ഒന്നോർക്കണം, ദൈവം നമ്മെ സൃഷ്ടിച്ചത് മൃഗങ്ങളെപ്പോലെയല്ല, ദൂതന്മാരെ പോലെയുമല്ല. തികച്ചും സ്വതന്ത്ര ചിന്തയുള്ളവരായി അനുഗ്രഹങ്ങളുടെയും തിരഞ്ഞെടുപ്പുകളുടെയും ചുമതലകളുടെയും മധ്യത്തിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു. നമ്മുടെ ചിന്താശേഷി തികച്ചും സ്വതന്ത്രമാണ്. എന്നാൽ ഈ സ്വാതന്ത്ര്യം നാം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. നമ്മുടെ ജീവിതം ദൈവാഭിമുഖമാണോ അതോ സാമാന്യ ലോകത്തിന് അനുസൃതമാണോ? ജീവൻ, മനുഷ്യൻ എന്ന ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. നാം ഒന്നോർക്കുക, അടിമയാകാൻ എളുപ്പമാണ്. എന്നാൽ സ്വതന്ത്രരായി ഉത്തരവാദിത്തത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ഈ ചിന്തകൾ നമുക്ക് വീണ്ടും ആരംഭിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ജോയി EV.